എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ദ പവർ ഓഫ് ദ നൗ എന്ന കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് എന്തെല്ലാം ചിന്തിച്ചു, എന്തെല്ലാം പ്രവർത്തിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്നത്തെ സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും. ഏത് തരം ഡെവലപ്മെൻറ്റ്സ് ആയാലും അത് ഡിപ്പെൻഡിങ് അവർ ലാസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ കഴിഞ്ഞ കാലത്തെ മനോഭാവത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ നിമിഷം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. കാരണം നമുക്ക് 1000 രൂപ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ കഴിഞ്ഞു പോയ ഒരു മണിക്കൂർ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ ഒരു മണിക്കൂർ തിരിച്ചൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈം ഈസ് ലൈഫ് എന്നാണ്. ആക്ച്വലി നമ്മളെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ടൈമാണ്. ഓക്കെ, ടൈം ഈസ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ടൈമിന് ലൈഫിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ഫ്യൂച്ചർ. പല ആൾക്കാരും വെയിറ്റ് ചെയ്യാണ്, നാളേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അടുത്ത ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരിക്കലും നമ്മളൊരു കാര്യമുണ്ട്, ഇപ്പം വേറൊരു തരത്തിൽ പറയും, നമുക്ക് വർത്തമാനകാലം മാത്രം, പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്തുകൊണ്ട്? പാസ്റ്റ് ഈസ് ജസ്റ്റ് മെമ്മറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂതകാലം ശരിക്കും നമ്മളിലെ ഓർമ്മ മാത്രമാണ്. ഭാവി കാലം നമ്മളിലെ ഇമാജിൻ മാത്രമാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നത് ഈ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഈ നിമിഷം അനുഭവിക്കാൻ പറ്റുന്ന ഈ നിമിഷം തന്നെയാണ് അനുഭവിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് ആവുന്നതും അനുഭവിക്കുന്നതിന് മുന്നേ ഫ്യൂച്ചർ ആവുന്നതും. പക്ഷെ അനുഭവത്തിൽ എന്തുമാത്രമാണ്? ഈ പ്രസൻറ്റ് മാത്രമാണ്, വർത്തമാനകാലം മാത്രമാണ്. അപ്പോൾ ഈ നിമിഷം, അതാണ് പവർ ഓഫ് ദ നൗ എന്ന് പറയുന്നത്. ഓരോ നിമിഷത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് എന്ത് ചിന്തിക്കുന്നു, അതിനനുസരിച്ച് എന്ത് പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ മാറി വരുന്നത്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, എങ്ങനെ നമുക്ക് മാറ്റപ്പെടണം. അങ്ങനെ ആ മാറ്റത്തിലേക്ക് ഒരു ആഗ്രഹം നമ്മളിൽ തീവ്രമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാറ്റത്തിൻ്റെ തുടക്കം, ആദ്യ ചിന്തയാണ് എനിക്കൊരു മാറ്റം വേണമെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ സ്വല്പം മാറ്റങ്ങൾ ഉണ്ടാവണം, എന്നാൽ മാത്രമേ എനിക്ക് അങ്ങോട്ടേക്ക് വേണ്ട വിധത്തിൽ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ട കാര്യം സെൽഫ് അനലൈസേഷനാണ്. സെൽഫ് അനലൈസേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇപ്പം ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായിട്ടുള്ള ബോധമുള്ള ഒരാൾക്കേ ഉള്ളൂ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്രമീകരണവും ഒരു പ്ലാനും തയ്യാറാക്കിയിട്ട് ഈ നിമിഷത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഫ്യൂച്ചറിലെ നല്ലൊരു മെച്ചം കിട്ടാൻ, ഗുണം കിട്ടാൻ ഈ നിമിഷത്തിലേ പ്രവർത്തിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഈ നിമിഷത്തിൽ മാത്രം ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. പക്ഷെ ആ നിമിഷത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ജീവിതത്തിൽ പകർത്താം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഇതിനെപ്പോഴും സ്റ്റക്ക് വരുന്നൊരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ മൈൻഡ് സെറ്റാണ്. കാരണം ഇതെല്ലാവരും പലരും വായിക്കും, പലരും ക്ലാസ് കേൾക്കും. ഇപ്പം എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ മൈൻഡ് പവർ ക്ലാസ്സിന് വരുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെ നല്ല ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൈതരും. വീണ്ടും ക്ലാസ്സിന് വരുന്നവരുണ്ട്. പക്ഷെ ഒരു കുറഞ്ഞ ശതമാനം ആളിൽ മാത്രമാണ് മാറ്റം ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ ആൾക്കാരിലും മാറ്റം കാണാത്തത്? അവർ ഈ ക്ലാസ് കേൾക്കുന്നു, നല്ല അടിപൊളി ക്ലാസ് ആണെന്നെല്ലാം പറയുന്നു, ഒക്കെ ഉണ്ട്, നല്ല പേയ്മെന്റ് ചെയ്താണ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ക്ലാസ്സിന് വരുന്നുണ്ട്. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റിൽ, തോട്ട്സിന്റെ തലത്തിൽ മാറ്റം വരുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മൾ തോട്ട്സിന്റെ തലത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ മാറ്റം വരണമെങ്കിൽ പല ആൾക്കാർക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടില്ലേ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ട്, നമുക്കറിയാം എന്തോ ഒരു സംഭവത്തിന് ശേഷം ചിലര് വളരെയധികം ആക്റ്റീവ് ആകുന്നതാണ്. ജീവിതത്തിലെ എന്തൊരു ദുഃഖപൂർണമായ അനുഭവം,
അങ്ങനെ ഉള്ള അനുഭവത്തിന് ശേഷം കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിലർക്ക് സംഭവിക്കാറുണ്ട്. അതല്ല, ചിലരുടെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടും ചില ആൾക്കാർക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ തന്നെ പിന്നിൽ നമ്മൾ മാനസികമായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ്. പ്രസന്റ് നമുക്കൊരു ജീവിതത്തിൽ ടൈം ടേബിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള രാവിലെ എഴുന്നേൽക്കുന്നു, നേരത്തെ എഴുന്നേൽപ്പിച്ചു, ഇന്ന് ഇത്ര മണി എന്ന കാര്യങ്ങൾ, അതിനുശേഷം എന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് അല്ലേ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ ചെയ്തു വെക്കണം. എന്തുകൊണ്ട്? തലേ ദിവസം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ രാത്രി നമ്മളൊക്കെ എഴുതി വെച്ച രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. മറ്റത് വെറുതെ രാവിലെ ഇങ്ങനെ വളരെ വൈകി ഉറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. അടുത്ത നിമിഷം എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? കൃത്യമായിട്ടൊരു ആദ്യം നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യുക, വിലയിരുത്തുക. ശേഷം ഇനി എനിക്ക് എന്താണ് എൻ്റെ ഗോള് എന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്യുക. ശേഷം നമ്മളൊരു ടൈം ടേബിൾ ക്രമീകരിക്കുക. ആ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പതിവായിട്ട് നമ്മുടെ ശീലത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ തന്നെ പലർക്കും പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു കംഫർട്ടബിൾ സോണിലിരിക്കുകയാണ്. എനിക്ക് നിലവിൽ ഒരു ജോലിയുണ്ട്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ അതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ ആ സർക്കിളിൽ തന്നെ നിൽക്കുള്ളൂ. അല്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവൊന്നുമില്ല, ഞാൻ ഈ സാധാരണ ഈ ജോലി ചെയ്ത് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം അതേ നടക്കുള്ളൂ. കാരണം നമുക്ക് എന്താണ് എപ്പോഴും ഒരു സർക്കിൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു സർക്കിൾ. കാരണം നമ്മൾ ആ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ആ ഒരു സർക്കിൾ നമ്മൾ പൊട്ടിക്കണം. അത് ആ സർക്കിൾ തകർത്തെറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് പറ്റില്ല, വികസനം, നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അച്ചീവ്മെൻറ്റ്സ് നേടാൻ പ്രയാസമായിട്ട് വരിക ചെയ്യും. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് പൊട്ടിക്കണം. നമുക്ക് അനന്തമായ കഴിവ് നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മളൊരു 10% ആണ് കോൺഷ്യസ് മൈൻഡ്, 90% സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ അപാരമാണ്. ആ ബോധ മനുഷ്യൻ്റെ ശക്തിയെ അറിഞ്ഞ് ആ തരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരാൻ. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഒരിക്കലും നമ്മുടെ കൂടെ പഠിച്ചവരാരും ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ജീവിതത്തിൽ വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഒന്നും പഠിക്കാത്ത കുട്ടികൾ ജീവിതത്തിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നാളെ മുതൽ പഠിക്കേണ്ടതെന്നല്ല, പഠനമല്ല പ്രധാനം എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമ്മുടെ തോട്ട്സ് ആണ്. വാട്ട് ഈസ് തിങ്ക് ദാറ്റ് ഈസ് യു എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അതേപോലെ തന്നെ വിവേകാനന്ദ സ്വാമികളും പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ നിങ്ങൾ അതായിത്തീരുന്നു സ്വാമികളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അസറ്റ് അദ്ദേഹത്തിൻ്റെ മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ആ മൈൻഡ് സെറ്റ് നിങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, എങ്ങനെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ആ ഗോളിലേക്ക് പോകാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹവും, അതനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ചുള്ള പ്രവൃത്തിയും നമ്മൾക്ക് ഏത് തരത്തിൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും. നമ്മളെന്ത് വിചാരിക്കുന്നു നമുക്കതാവാൻ സാധിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരിക്കലും അങ്ങനെ പറയുമ്പോൾ തെറ്റായി ധരിക്കരുത്. ഒരിക്കലും നിങ്ങൾ അമേരിക്കൻ്റെ പ്രസിഡന്റ് ആവാൻ പെട്ടെന്ന് വിചാരിച്ചാൽ ഒരു ഇന്ത്യൻ പൗരന് പെട്ടെന്ന് സാധിച്ചോണമെന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് ഉയരാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ അച്ചീവ്മെൻറ്റും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്താഗ്രഹിച്ചാലും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്താഗ്രഹിച്ചാലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. ഓക്കെ, അത്രയും പവർഫുള്ളാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. ഓക്കെ, താങ്ക് യു.